retirement to you. Happy retirement to you. Happy retirement, happy retirement, happy retirement to you. You worked really hard. We're so proud of you. We wish you the very best in everything you do. Happy retirement to you. Happy retirement to you. Happy retirement, happy retirement, happy retirement to you. You worked really hard. We're so proud of you. We wish you the very best in everything you do. Retirement to you. Happy 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 retirement to you. ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആവുന്ന ഹരികുമാർ സാറിന് ദി ചെസ്റ്റ് ആൻഡ് ആസ്മ സെന്ററിന്റെ പേരിൽ എല്ലാ രീതിയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. സാറുടെ റിട്ടയർഡ് ലൈഫ് വളരെ സന്തോഷകരവും ആനന്ദകരവുമായിട്ട് കഴിയാൻ പ്രാർത്ഥിക്കുന്നു. സർവീസിലുള്ള സമയത്ത് സാർ ചെയ്തിരുന്ന എല്ലാ നന്മയ്ക്ക് നമ്മൾ നന്ദി പറയുന്നു. താങ്ക് യു. ഹരികുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഇപ്പോൾ മാവേലിക്കര TB യൂണിറ്റിൽ STLS ആയിട്ട് വർക്ക് ചെയ്യുന്നു. 34 വർഷം ഹെൽത്ത് സർവീസിൽ സാറ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഞാനൊക്കെ PSC കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു മാർഗദർശിയായിരുന്നു സാറ്. ഈ മേഖലയിൽ എന്തുണ്ടെങ്കിലും അതിന് നമുക്കൊരു ആൻസർ തരാനായിട്ട് എപ്പോഴും സാറിനെ സമീപിക്കുമായിരുന്നു. അപ്പോൾ സാറിന് ഈ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ഈ മെയ് 31-ാം തീയതി നമ്മുടെ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹരികുമാർ സാറ്, സീനിയർ ലാബ് ടെക്നീഷ്യൻ, STLS ആയ ലാബ് ടെക്നീഷ്യൻ സാറിന് ഏകദേശം 10 വർഷത്തിലേറെ എനിക്ക് പരിചയമുണ്ട്. ഹരിപ്പാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴും മാവേലിക്കരയായിട്ട് എപ്പോഴും നമുക്ക് എന്ത് ആവശ്യം, ലാബ് സംബന്ധമായിട്ടുള്ള ആവശ്യം റിപ്പോർട്ട് കിട്ടണമെങ്കിൽ സാറിനെ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുകയോ ഒരു ഫോണിൽ വിളിക്കുകയോ ചെയ്താൽ ഉടനടി അതിന്റെ എല്ലാ വിവരങ്ങളും നമ്മളിൽ എത്തിച്ചു തരും. അതുപോലെ തന്നെ സാറിന് 2 പ്രത്യേക ഹോബികളുണ്ട്. സാറ് ദേശാടന പക്ഷികളെ പറ്റിയും സ്നേക്സിനെ പറ്റിയൊക്കെ അഗാധമായ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. സാറിന്റെ സേവനം തുടർന്ന് നമുക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ലഭ്യമല്ലല്ലോ. തുടർന്നുള്ള ശിഷ്ട ജീവിതത്തിൽ സാറിനും കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരുന്നു. 34 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിക്കുന്ന ഹരികുമാർ സാറിന് എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു. TB നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാവേലിക്കര TB യൂണിറ്റിൽ STLS ആയി പ്രവർത്തിക്കുന്ന ഹരികുമാർ സാറിന്റെ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണ്. സമയപരിധിക്കുമപ്പുറം മറ്റ് തടസ്സങ്ങളൊന്നും നോക്കാതെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഹരികുമാർ സാറിന്റെ പ്രവർത്തനം മറ്റുള്ളവർക്കും
പ്രചോദനമാണ്. സാറിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പം അതിനെൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം സാറിന് ഒരു വാക്ക് കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ബീന. ഞാൻ ഒരു മെഡിക്കൽ സംബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന സമയം ആണ് എനിക്ക് അസുഖം ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അങ്ങനെ ഞാൻ വളരെയേറെ വിഷമത്തിൽ തിരിച്ച് വീട്ടിൽ വരികയും ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അസുഖമാണെന്ന് സ്ഥിരീകരിക്കുകയും അതിൻ പ്രകാരം മരുന്ന് കഴിക്കേണ്ട ആവശ്യകത വരികയും ചെയ്തു. എൻ്റെ കുടുംബത്തെയും ഇത്ര കണ്ട് സഹായിച്ച ഒരു വ്യക്തി വേറെയില്ല. കാരണം ഞാൻ ഈ സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരുമായിട്ട് ഒത്തിരി സഹകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു അസുഖം വന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എല്ലാവരും അറിയും, ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്നത് എല്ലാവരും അറിയും. അങ്ങനെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലും വിഷമവുമായിട്ടിരുന്ന സമയത്ത് സാറ് എന്നെ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇത് ആരും അറിയാതെ കഴിക്കാനുള്ള സംവിധാനം ഒരുക്കി തരികയും ചെയ്തത്. അങ്ങനെ എന്നെ എൻ്റെ കുടുംബത്തെയും വലിയൊരു സങ്കടകരമായ അവസ്ഥയിൽ അത്രയേറെ ഹെൽപ്പ് ചെയ്ത സാറിനെ ദൈവം തമ്പുരാൻ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും മനസ്സുഖവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരികുമാർ സാറേ, ഞാൻ ബിജു തോമസ്. ഞാൻ ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എൻ്റെ ഫാദറിന് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയി. അങ്ങനെ TBയുടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വന്നിരുന്നു. തോമസ് വർഗീസ് എന്നാണ് ഫാദറിൻ്റെ പേര്. അപ്പോൾ സാർ അത് വളരെ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്ക് ആ റിസൾട്ട് കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തോന്നിയത്. പെട്ടെന്ന് തന്നെ സാർ അതിൻ്റെ റിസൾട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ അത് എനിക്ക് എടുത്ത് അയച്ചു തന്നു. അത് വാട്സപ്പിലൊക്കെ അയച്ചു തന്നു. വളരെ സന്തോഷമായി, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ സാറ് വളരെ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് നല്ല ഒരു ഡയറക്ഷനൊക്കെ തന്നു. അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം സാധാരണ ഗവൺമെൻറ് സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാറിൻ്റെ ഭാഗത്ത് ഇത്ര പോസിറ്റീവായിട്ടുള്ളൊരിത്. കാരണം പ്രൈവറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നതിനെക്കാട്ടി ആത്മാർത്ഥമായിട്ട് സാറ് അത്ര കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ സാർ ഇന്നും കൂടെ എന്നെ വിളിച്ചത് ചോദിക്കുകയൊക്കെ ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു മെസ്സേജ് സാറിന് കിട്ടണം, താങ്ക്സ് മെസ്സേജ് ഇടണമെന്ന് എനിക്കപ്പോൾ തന്നെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട സാറിന്. ഇപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. സാർ ഇനി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യും. സാറൊന്ന് ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. സാറിനും ടീമിനും എല്ലാ ആശംസകളും കേട്ടോ. തുടർന്നും ഇങ്ങനെയുള്ള സേവനങ്ങൾ തന്നെ തുടർന്നും മറ്റുള്ളവർക്കും എല്ലാ ആളുകൾക്കും കിട്ടട്ടെ. ഈശ്വരൻ അതിനെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.